ശിരൂരിൽ 2 ദിവസത്തിനു ശേഷം തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് AKM അഷ്റഫ് MLA. ഇന്നലെ കർണാടക ചീഫ് സെക്രട്ടറിയുമായി MLA കൂടിക്കാഴ്ച നടത്തി. പുഴയിലെ കുത്തൊഴുക്കിന് കുറവുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചു. പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞാൽ ഈശ്വർ മാൽപേയ്ക്ക് അനുമതി നൽകും. ഇപ്പോഴും പുഴയിൽ 0 വിസിബിലിറ്റി ആണെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് NV ആചാര്യ, ജസ്റ്റിസ് KV ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞയാഴ്ച തിരച്ചിലിനായി ഈശ്വർ മൽപേയും സംഘവും ശിരൂരിലെത്തിയിരുന്നെങ്കിലും പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിക്കാതിരുന്നതിനാൽ മടങ്ങിയിരുന്നു. പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായിരുന്നതിനാൽ അരികുകളിൽ പരിശോധിക്കാനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. എന്നാൽ പുഴയിലെ കുത്തൊഴുക്ക് കണക്കിലെടുത്ത് പോലീസ് സംഘം പിന്തിരിപ്പിക്കുകയായിരുന്നു. ജൂലൈ 16-നായിരുന്നു സംഭവം. കർണാടക ഗോവ അതിർത്തിയുടെ കടന്നുപോകുന്ന പാൻവാൽ കന്യാകുമാരി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. തടി കയറ്റി വരുന്ന ലോറിയുടെ ഡ്രൈവറായിരുന്നു അർജുൻ. അപകടം നടന്നിടത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായും അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയവർ അപകടത്തിൽപ്പെട്ടിരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ത്രിലോക് ചന്ദ്രൻ എന്നറിയുന്ന കർണാടക CMന്റെ സ്പെഷ്യൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞൊരു ഉറപ്പ് നമ്മുടെ കൊച്ചിൻ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് കാർവാര നേവിയുമായി സംസാരിച്ച് നേവിയുടെ സഹായം കൂടി ഉറപ്പുവരുത്തിയിട്ട് 2 ദിവസം കൊണ്ട് തെരച്ചിൽ ആരംഭിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോഴും ഞാൻ എന്തായാലും ഇക്കാര്യം ബഹുമാനനായ PWD മിനിസ്റ്റർ റിയാസ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അദ്ദേഹത്തെയും കൂടെ ഇടപെടുത്തിയിട്ട് 2 ദിവസം കൊണ്ട് തെരച്ചിൽ പുനരാരംഭിക്കണമെന്നുള്ളത് അർജുൻ്റെ ഫാമിലിയുടെ ആവശ്യമാണ്, മുഴുവൻ കേരളീയരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിനുള്ള എന്തായാലും അത് തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഉള്ളത്.